ഇന്ന് നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ. ഈ സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ A4 ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എടുത്താലും മതി. പിന്നെ ഞാൻ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് പെർമനൻറ്റ് മാർക്കറും പിന്നെ കളർ ചെയ്യാനായിട്ട് കളർ പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്രയോൺസ് ആണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ലിക്വിഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കെച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെർമനൻറ്റ് മാർക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. കളർ പെൻസിലോ അല്ലെങ്കിൽ ക്രയോൺസോ എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് ഈ പേപ്പറിലേക്ക് വരച്ചെടുക്കാം. ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ട് പിന്നെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ഇമേജസ് കിട്ടാനായിട്ട് നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കയറിയാൽ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് കിട്ടും കേട്ടോ. നമുക്കിഷ്ടമുള്ള ടൈപ്പിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കതിൽ നല്ല പിക്ചേഴ്സ് കിട്ടും. എന്നിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ട്രേസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വരക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുത്താലും മതി. പിന്നെ നമ്മൾ കളർ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാർഡായിട്ട് കൊടുക്കാതിരിക്കുക. നമ്മൾ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന രീതിക്ക് പതിയെ കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ആ ഒരു സ്റ്റിക്കർ നല്ല ക്യൂട്ടായിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സിനും നമ്മൾ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ പീസാക്കിയിട്ട് മാറ്റിയെടുക്കണം. പിന്നെ നമ്മളതിനെ വൈറ്റ് സ്പേസ് വിട്ടിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ഗ്ലൂവും യൂസ് ചെയ്തിട്ടില്ല, ബട്ടർ പേപ്പറും ട്രാൻസ്പെറൻറ്റ് ഷീറ്റും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഈ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മേടിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കവർ ഉണ്ടായിരുന്നു. സോ അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറാണ്. ഈ ക്ലിയർ പൗച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് അടിപൊളിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ ഇതുപോലെ ഞാൻ പറഞ്ഞ ആ ഒരു കവറോ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുത്ത പിക്ചർ കണ്ടോ, നമ്മളെ ക്ലീൻ റാപ്പില്ലേ, അതുണ്ടായാലും മതി കേട്ടോ. ഇപ്പോൾ നമുക്കിതിനെ കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ സെല്ലോ ടേപ്പിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട സ്റ്റിക്കറാണ് കേട്ടോ ഇത്, അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ട് കുറച്ച് വീതിയുള്ള സെല്ലോ ടേപ്പ് തന്നെ ഉണ്ടെങ്കിൽ അത് എടുക്കുക. നമ്മൾ സെല്ലോ ടേപ്പിലേക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ആ ഒരു ഗ്ലൂ ഉള്ള ഭാഗത്തേക്ക് വേണം നമ്മൾ ഒട്ടിക്കാൻ. പിന്നെ അത് ചുളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഫുള്ളും ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഭാഗം ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ സെല്ലോ ടൈപ്പിലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പേപ്പർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാൾ പേപ്പറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ബാക്കിലുണ്ടാകുന്ന ആ ഒരു പേപ്പറില്ലേ, ഒരു ബട്ടർ പേപ്പർ പോലെ ഇരിക്കും. ആ സംഭവം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് കാണിച്ചതാണേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെല്ലോ ടേപ്പിൽ നിന്ന് ഇതിനെ ഓരോന്നിനും കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഒട്ടിക്കുന്നതും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ആ ഒരു കവറിലേക്ക് ഒട്ടിക്കുന്നതും കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഷീറ്റ്. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു വലിയുന്ന ടൈപ്പുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. ഇനി എന്താ പറയാമെന്നൊന്നും അറിയില്ല, എന്നാലും സംഭവം അതിൽ നല്ല സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് എല്ലാം ഈ ഒരു ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഷീറ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഷീറ്റിൽ കുറച്ചും ഒരു ഷീറ്റിൽ കുറച്ചും അങ്ങനെയായിട്ട് 2 പാർട്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വർക്കാണോ ഒന്നും കൂടെ നോക്കണ്ടേ. ഞാനിതൊരു ഡയറിയിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അതിലത്തെ ഡേറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, അത് പഴയൊരു ഡയറിയാണ്. സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ ഒരു സ്റ്റിക്കർ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇനി നമുക്ക് ഈ സ്റ്റിക്കർ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാനായിട്ട് ഇതുപോലെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് നേടിയിട്ടുള്ള ഒരു പേപ്പറും കൂടെ നമ്മൾ അതിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇത്രയേ ഉള്ളൂ നമ്മൾ സ്റ്റിക്കർ മേക്കിങ്ങിൻ്റെ വീഡിയോ. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നെക്സ്റ്റ് എന്ത് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ.